നമസ്കാരം, ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. മലയാളി സമൂഹത്തിന്റെ ശ്രദ്ധയ്ക്ക് ബ്രിട്ടീഷ് സർക്കാർ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ ILR നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന സുപ്രധാന മാറ്റങ്ങൾ നിങ്ങൾക്കറിയാമോ? ആയിരക്കണക്കിന് കുടുംബങ്ങളെയും തൊഴിലാളികളെയും നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള നിർദ്ദേശങ്ങളാണിത്. ഈ വിഷയത്തിൽ പൊതുജനാഭിപ്രായം അറിയിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ അന്തിമ തീരുമാനങ്ങളെ സ്വാധീനിക്കും. ഇക്കാര്യത്തിൽ ബിലാത്തി മീഡിയ ടീം UK മലയാളികളെ സഹായിക്കാൻ രംഗത്തുണ്ട്. എങ്ങനെയാണെന്നറിയാൻ ഈ വീഡിയോ മുഴുവൻ കാണുമല്ലോ. ILR നിയമമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിലാത്തി വാർത്തകൾ UK മലയാളികളുടെ പ്രതികരണം അറിയാനായി ഒരു സർവേ നടത്തുകയാണ്. അപേക്ഷകളിലെ കാലതാമസം, കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നിങ്ങനെ ഈ മാറ്റങ്ങൾ നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് സർക്കാരിനെ ധരിപ്പിക്കാൻ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ്. മലയാളി സമൂഹത്തിന്റെ ശബ്ദം അധികാരികളിലെത്തിക്കാനുള്ള സുവർണാവസരമായി വേണം സർക്കാർ നീക്കത്തെ കാണേണ്ടത്. ഞങ്ങളുടെ സർവേയിൽ പങ്കെടുക്കൂ. വെറും 3 മിനിറ്റ് മതി. സർവേ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസംബർ 6 മുമ്പ് സർവേയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളെക്കുറിച്ചുള്ള വ്യക്തിപരമായ ഒരു വിവരങ്ങളും ഒരിക്കലും പുറത്തു പോകില്ലെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സർവേ നിങ്ങളുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഉത്തരം നൽകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടാതെ പൊതുജനാഭിപ്രായം സർക്കാർ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 12 നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക. നമുക്ക് ഒന്നിച്ച് നമ്മുടെ ശബ്ദം കേൾപ്പിക്കാം. സർവേ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന കാര്യം മറക്കരുതേ. പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശനിയാഴ്ച ലണ്ടനിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ യൂറോവിഷൻ ഗാനമേളയിൽ നിന്ന് ഇസ്രയേലിനെ വിലക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. 10,000-ഓളം പേരാണ് റാലിയിൽ പങ്കെടുത്തത്. നെതർലാൻഡ്സ്, സ്ലൊവേനിയ, ഐസ്ലാൻഡ്, അയർലാൻഡ്, സ്പെയിൻ എന്നീ 5 രാജ്യങ്ങൾ യൂറോവിഷൻ മത്സരത്തിൽ നിന്ന് ഇസ്രായേലിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് എത്തിയിരുന്നു. ഹമാസ് ഭീകരർ 1200 പേരെ കൊലപ്പെടുത്തുകയും നിരപരാധികളെ ബന്ദികളാക്കുകയും ചെയ്തതിന് പിന്നാലെ 2023 ഒക്ടോബർ 7 ഗാസ യുദ്ധം തുടങ്ങിയത്. ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ 69,000-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ. എന്നാൽ മത്സരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഈ വിഷയം യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ ജനീവയിൽ ചേരുന്ന യോഗത്തിൽ അവലോകനം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ലണ്ടൻ തെരുവുകളിൽ ക്രിസ്മസ് വിരുന്നൊരുക്കി നിരവധി വളർത്തു നായ്ക്കളും അവരുടെ ഉടമസ്ഥരും. രക്ഷാപ്രവർത്തനം ആവശ്യമുള്ള നായ്ക്കളെ സഹായിക്കുന്ന 2 ചാരിറ്റികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ് ഈ പരിപാടി. ഇത് ആഘോഷത്തിന്റെയും സ്നേഹത്തിന്റെയും കാഴ്ചയായി മാറി. വർണ്ണാഭമായ ക്രിസ്മസ് വേഷങ്ങൾ അണിഞ്ഞ ഡസൻ കണക്കിന് നായകളാണ് പരേഡിൽ അണിനിരുന്നത്. അവയുടെ ഉടമസ്ഥരും ഒപ്പം ചേർന്നു. തുടർച്ചയായ 2ാം വർഷമാണ് നായ്ക്കളുടെ പ്രകടനം അരങ്ങേറുന്നത്. നായകൾക്ക് അർഹിക്കുന്ന നല്ല ജീവിതം നൽകാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് പരിപാടിയുടെ സഹസംഘാടകരിലൊരാളായ മേവോങ് അഭിപ്രായപ്പെട്ടു. We are blessed. We feel so blessed to have them in our lives. ക്രിസ്മസ് വരവറിയിച്ച ലണ്ടൻ തെരുവുകളിൽ സ്നേഹക്കാഴ്ച ഒരുക്കിയത് ഏവർക്കും ഹൃദ്യമായ അനുഭവമായി. അവകാശങ്ങൾ മെച്ചപ്പെടുത്താനായി സർക്കാർ കൊണ്ടുവന്ന സുപ്രധാന തൊഴിൽ നിയമ പരിഷ്കരണ ബില്ലിൽ അഥവാ എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബില്ലിൽ നിന്ന് തൊഴിലിന്റെ ആദ്യ ദിനം മുതൽ അന്യായമായി പിരിച്ചുവിടലിനെതിരായ സംരക്ഷണം എന്ന വാഗ്ദാനം സർക്കാർ പിൻവലിച്ചു.
ഇത് ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായൊരു നിലപാട് മാറ്റമാണ്. ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം മുതൽ തന്നെ അന്യായമായ പിരിച്ചുവിടലിനെതിരെ തൊഴിലാളിക്ക് നിയമപരമായ പരിരക്ഷ നൽകുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. നിലവിൽ ഈ പരിരക്ഷ ലഭിക്കാൻ 2 വർഷത്തെ സേവന കാലാവധി ആവശ്യമാണ്. പുതിയ നിയമമനുസരിച്ച് പരിരക്ഷ ലഭിക്കാനുള്ള യോഗ്യതാ കാലയളവ് 6 മാസമായി നിജപ്പെടുത്തും. ഇത് പഴയ 2 വർഷത്തെ അപേക്ഷിച്ച് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ്. മാറ്റം സംബന്ധിച്ച് രാജ്യത്തെ 6 പ്രധാന ബിസിനസ് ഗ്രൂപ്പുകളും ട്രേഡ് യൂണിയൻ നേതാക്കളുമായി ബിസിനസ് സെക്രട്ടറി പീറ്റർ കൈൽ ചർച്ച നടത്തിയിരുന്നു. നിയമം മാറ്റുന്നത് തൊഴിലാളികൾക്കും ബിസിനസ്സുകൾക്കും ഒരുപോലെ ഗുണകരമാകണമെന്ന നിലപാടിലാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ നിലപാട് മാറ്റം പ്രകടന പത്രികയുടെ ലംഘനമാണെന്ന് ഒരു വിഭാഗം എംപിമാർ ആരോപിക്കുമ്പോഴും ട്രേഡ് യൂണിയനുകൾ ഈ ഒത്തുതീർപ്പിനെ അംഗീകരിച്ചിട്ടുണ്ട്. ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസം മുതൽ തന്നെ രോഗാവധി വേതനം പോലുള്ള മറ്റ് പ്രധാന അവകാശങ്ങൾ അടുത്ത ഏപ്രിൽ മുതൽ തൊഴിലാളികൾക്ക് ലഭിക്കാൻ നിയമം വേഗത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പോൾ നോവാക്ക് പറഞ്ഞു. എന്നാൽ 6 മാസത്തെ പരിധി ഏർപ്പെടുത്തുന്നത് 20 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് ആദ്യ മാസങ്ങളിൽ സംരക്ഷണം നഷ്ടപ്പെടുത്തുമെന്ന് ചില ട്രേഡ് യൂണിയനുകൾ ആശങ്കയും പ്രകടിപ്പിച്ചു. അതേസമയം അന്യായമായ പിരിച്ചുവിടലിന്റെ കാര്യത്തിൽ മാറ്റം വന്നപ്പോഴും തൊഴിലവകാശ ബില്ലിലെ മറ്റ് സുപ്രധാന മാറ്റങ്ങൾ അതേപടി തുടരുമെന്നാണ് സൂചന. 0 അവർ കരാറുകൾ നിരോധിക്കുക, പിരിച്ചുവിട്ട് വീണ്ടും നിയമിക്കൽ പോലുള്ള ദുരുപയോഗങ്ങൾ അവസാനിപ്പിക്കുക, ആദ്യ ദിവസം മുതൽ തന്നെ പാരന്റൽ ലീവിനും രോഗാവധിക്കും അവകാശങ്ങൾ നൽകുക, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവകാശം ആദ്യ ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുത്തുക പോലുള്ള നല്ല കാര്യങ്ങൾ നിയമത്തിലുണ്ടെന്നാണ് സൂചന. ഈ പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി 2026-ലും 27-ലും നടപ്പിലാക്കാനാണ് സർക്കാർ ആലോചന. ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കും സ്ഥാപനങ്ങൾക്കും നിർണായകമായ ഒരു വാർത്ത. NHS ഉൾപ്പെടെയുള്ള തൊഴിലുടമകളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അപ്രന്റീസ്ഷിപ്പ് പരിഷ്കാരങ്ങളാണ് ശരത്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും NHS തൊഴിലുടമകൾ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണമെന്നും നമുക്ക് പരിശോധിക്കാം. ലെവി ഫണ്ട് കാലാവധി കുറച്ചതിലൂടെ വേഗത്തിൽ ഫണ്ടുകൾ ഉപയോഗിച്ചു തീർക്കാൻ തൊഴിലുടമകൾ നിർബന്ധിതരായി. കൂടാതെ ലെവി അക്കൗണ്ടുകളിൽ ലഭിച്ചിരുന്ന 10% സർക്കാർ ടോപ്പപ്പ് ഇനി ലഭ്യമാകില്ല. ലെവി ഫണ്ട് തീർന്നാൽ പരിശീലന ചെലവിന്റെ 25% തൊഴിലുടമകൾ വഹിക്കണം. ബാക്കി 75% സർക്കാർ നൽകും. ഇതുകൂടാതെ അപ്രന്റീസുകളുടെ കുറഞ്ഞ വേതനം 6% വർദ്ധിപ്പിച്ച് 2026 ഏപ്രിൽ മുതൽ മണിക്കൂറിന് 8 പൗണ്ടാക്കി. 22 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുതിയ അപ്രന്റീസുകൾക്ക് 2026 ജനുവരി മുതൽ ലെവൽ 7 അപ്രന്റീസ്ഷിപ്പുകൾക്കുള്ള ഫണ്ടിംഗ് നിർത്തലാക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പുതിയ അപ്രന്റീസ്ഷിപ്പ് ഓപ്ഷനുകൾ ഇവയാണ്. 2026 ഏപ്രിൽ മുതൽ കൂടുതൽ സൗകര്യപ്രദമായ പരിശീലനത്തിനായി ഷോർട്ട് കോഴ്സുകളും ഫൗണ്ടേഷൻ അപ്രന്റീസ്ഷിപ്പുകളും അവതരിപ്പിക്കും. ചെറുകിട ഇടത്തരം തൊഴിലുടമകൾക്കായി 25 വയസ്സിന് താഴെയുള്ള അപ്രന്റീസുകൾക്ക് പരിശീലന ചെലവുകളും അസൈൻമെന്റ് ചെലവുകളും സൗജന്യമായി നൽകാനായി 725 മില്യൺ പൗണ്ട് നിക്ഷേപവും പ്രഖ്യാപിച്ചു. നിലവിലെ ലെവിക്ക് പകരമായി കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്ന ന്യൂ ഗ്രോത്ത് ആൻഡ് സ്കിൽഡ് ലെവി അവതരിപ്പിക്കാനാണ് സർക്കാർ നീക്കം. NHS സാങ്കേതിക വിദ്യയിലും പുതിയ പ്രാദേശിക ആരോഗ്യ കേന്ദ്രങ്ങളിലുമുള്ള മൂലധന നിക്ഷേപം, ഡിജിറ്റൽ ഡയഗ്നോസ്റ്റിക് സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെയും പുതിയ അപ്രന്റീസ്ഷിപ്പുകളുടെയും ആവശ്യം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. ഈ മാറ്റങ്ങൾ മുന്നിൽ കണ്ട NHS പോലുള്ള വലിയ തൊഴിലുടമകൾ ഉടൻ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ശരത്കാല ബഡ്ജറ്റ് ജനവികാരം വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ധനമന്ത്രി റേച്ചൽ റീവ്സ്. സാമ്പത്തിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ താൻ അതീവ ശ്രദ്ധാലുവാണെന്നും അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഈ കടുപ്പമേറിയ സന്ദേശം നൽകേണ്ടി വന്നതെന്നും റീവ്സ് ഞായറാഴ്ച BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ബിലാത്തി വാർത്ത പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യാനും മറക്കരുതേ. ബജറ്റ് പ്രസംഗത്തിൽ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമത നേരത്തെ കരുതിയതിലും ദുർബലമാണെന്ന് ധനമന്ത്രി റീവ്സ് സൂചിപ്പിച്ചിരുന്നു. 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് ലേബർ പാർട്ടി വോട്ടർമാർക്ക് നൽകിയ ആദായ നികുതി വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം ലംഘിക്കാനുള്ള നീക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇക്കാര്യത്തിൽ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ
റീവ്സ് പ്രതിരോധം തീർത്തിരുന്നു. During the election campaign, that I want people to be able to trust me with the public finances. I will never play fast and loose with the public finances because when you do, it's ordinary family finances and business finances that pay the price. And that's why in the budget this week, I was really clear going into it and coming out of it. ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ റീവ്സ് മുൻ സാമ്പത്തിക പദ്ധതിയിലെ 9.9 ബില്യൺ പൗണ്ടിൽ നിന്ന് സാമ്പത്തിക നിയമങ്ങൾക്കെതിരായ കരുതൽ ശേഖരം 21.7 ബില്യൺ പൗണ്ടായി വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കീമി ബേഡനോക്ക് രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഭരിക്കുന്ന ലേബർ പാർട്ടി ക്ഷേമ പദ്ധതികൾക്കായി നികുതി വർദ്ധിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. She was raising taxes to pay for welfare. The only thing that was unfunded was the welfare payments which she has made, and she's doing it on the backs of a lot of people out there who are working very hard and getting poorer. And because of that, I believe she should resign. പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും രാഷ്ട്രീയ വാഗ്വാദങ്ങളും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി തീർന്നിട്ടുണ്ട് ഇപ്പോൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബിലാത്തി മാർക്കറ്റ് വീഡിയോ ശ്രദ്ധിക്കുക.